നമ്മൾക്ക് സമയമാകുമ്പോൾ അവർ നമുക്കൊരു ഇൻറ്റിമേഷൻ അയക്കും. കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് വരുന്ന ഒരു ഫോം നമുക്ക് തരും, ആപ്ലിക്കേഷൻ ഫോം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം PSC സർവീസ് വെരിഫിക്കേഷനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ കുറേ അധികം ആളുകൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കമൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് എനിക്ക് നേരിട്ടിട്ടും അല്ലാതെയും ത്രൂ വാട്സപ്പ് കോൾസ് അതേപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെല്ലാം കൂടി ആൻസറായിട്ട് നമുക്കൊരു വീഡിയോ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എത്ര കാലം നിങ്ങൾ PSC കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഞാൻ എത്ര കാലം പഠിച്ചിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര കാലം പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. കാരണം ഓരോരുത്തരും ഓരോ രീതിയിലാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിലർക്ക് അത് പെട്ടെന്ന് ക്യാച്ചിങ് ആയിരിക്കും, ചില ടൈമിൽ ചിലർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാതെ കുറേ അധികം ഇരുത്തി വായിച്ച് പഠിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ആദ്യം ഒരു 6 മാസത്തെ ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് തന്നെ കിട്ടിയ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഞങ്ങളൊരു ടീം ഫോം ചെയ്തിട്ട് ഒരു കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കി, എന്നിട്ട് അതുവഴിയായിരുന്നു ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കുറച്ച് കാലം നീണ്ടു നിന്നു. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രളയം വന്നു, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കൊറോണ വന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നപ്പോൾ നമുക്കത് ബ്രേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമ്പൈൻഡ് സ്റ്റഡി ടീം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല പിന്നീട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ത്രൂ ടെലഗ്രാം ആയിരുന്നു. ടെലഗ്രാമിലൂടെ ഒരുപാട് ചാനൽസ് നമുക്കറിയാവുന്നതുണ്ട്, പഠിക്കാൻ പറ്റിയതും. പിന്നെ അതേപോലെ തന്നെ പഠനം മീൻസ് ഞാൻ അതിലത്തെ PDF അങ്ങനത്തെ സ്റ്റഡി മെറ്റീരിയൽസ് നോക്കി പഠിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. മെയിൻലി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ പോൾസ് ആയിരുന്നു. പോൾസ് കുറേ അധികം ചാനൽസിൽ ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വീട്ടിലിരുന്നിട്ട് അത്യാവശ്യം പഠിച്ച് സെറ്റ് ആക്കിയത് കൊണ്ട് തന്നെ എനിക്ക് ആ പോൾസ് വെച്ചിട്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ പഠിച്ചതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു പഠനം, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാമല്ലോ നമ്മൾ എത്രത്തോളം ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സമയം എത്രത്തോളം ഇന്ന ടോപ്പിക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ 6 മാസം കോച്ചിങ്ങിനും പിന്നെ അതേപോലെ കുറച്ച് കാലം കമ്പൈൻഡ് സ്റ്റഡിക്കും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ സെൽഫ് സ്റ്റഡി ആയിരുന്നു കൂടുതലുണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ടെലഗ്രാം യൂസ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിൽ കുറേ ചാനൽസൊക്കെ ആ ടൈമിൽ നല്ല ആക്റ്റീവായിരുന്നു. ടെലഗ്രാമിലെ ചാനൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ PSCക്ക് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ചിലത് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില പ്രത്യേക ആപ്പുകൾ കേട്ടോ, ഞാൻ ഒന്നും പേരെടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഫ്രീ കോഴ്സസ് കിട്ടുന്ന ഒരുപാട് ആപ്സും അതേപോലെ തന്നെ യൂട്യൂബിൽ തന്നെ ഫ്രീ ക്ലാസ്സ് ഒരുപാട് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അങ്ങനെയാണ് ഞാൻ കോച്ചിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 മാസത്തെ ഓഫ്ലൈൻ കോച്ചിങ്ങും പിന്നെ ബാക്കി സെൽഫ് സ്റ്റഡി ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നമ്മളുടെ രീതിക്ക് നമ്മളുടെ വീക്ക് സബ്ജക്ട്സ് നമ്മൾ ഒരുപാട് നേരെ ഇരുന്നിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ അത് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അതിനൊക്കെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. ടൈം കിട്ടാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാരീഡ് ആയിരുന്നില്ല ആ ടൈമിൽ. അപ്പോൾ മാരേജിന് മുന്നേ തന്നെ ഞാൻ പഠിച്ച് സെറ്റാക്കി ലിസ്റ്റിലൊക്കെ കയറിയതിന് ശേഷമാണ് ഞാൻ കല്യാണവും കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ടൈം അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് എനിക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, PSC സർവീസ് വെരിഫിക്കേഷൻ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടു നോക്കുക. അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, പിന്നെ ഞാൻ PSC സർവീസ് വെരിഫിക്കേഷനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിന് താഴെ വന്ന ഫസ്റ്റ് കമൻറ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് എനിക്ക് തോന്നിയത് ഒരു ജെന്യൂൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ PSC സർവീസ് വെരിഫിക്കേഷൻ എല്ലാവരും ചെയ്യണോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിലെനിക്ക് മനസ്സിലായ ഒരു രീതിയിൽ ഞാൻ ഉത്തരം പറയുകയാണെങ്കിൽ, നിങ്ങൾ PSC സർവീസ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു എക്സാം അല്ലെങ്കിൽ PSC എക്സാം വഴിയാണ് നിങ്ങൾ ജോബിന് കയറിയത് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് PSC സർവീസ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ഇനിഷ്യേറ്റീവ് ഒന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾക്ക് സമയമാകുമ്പോൾ അവർ നമുക്കൊരു ഇൻറ്റിമേഷൻ അയക്കും, ഒരു മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ എങ്ങനെയും മെയിലോ അങ്ങനെ എന്തെങ്കിലും അയക്കും. അപ്പോൾ അത് അയക്കുന്ന സമയം അവർ പറയും ഈ ദിവസം ഈ സമയത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ സമയത്ത് പോയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം, അതേപോലെ തന്നെ നമ്മുടെ ID പ്രൂഫ് വേണം, പിന്നെ നമ്മുടെ ID കാർഡ് വേണം, ഇമ്പോർട്ടൻ്റ് ആണ് ID കാർഡ്. ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ടും അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഫോം തരും അവർ ഫില്ല് ചെയ്യാനായിട്ട്. അതിൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് പറയേണ്ടി വരും. ഏത് റാങ്ക് ലിസ്റ്റാണ്, എത്രാമത്തെ നമ്പറാണ്, പിന്നെ ഡേറ്റ് ഏതാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് വരുന്ന ഒരു ഫോം നമുക്ക് തരും, ആപ്ലിക്കേഷൻ ഫോം തരും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ PSC സർവീസ് വെരിഫിക്കേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ PSC സർവീസ് വെരിഫിക്കേഷനിൽ ഫസ്റ്റ് അതിന് മുന്നേ ഒരു പോലീസ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം നടക്കും. അത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും, നമ്മളുടെ എന്താ പറയുക ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവില്ലേ, എല്ലാ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ അതൊക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് PSC സർവീസ് വെരിഫിക്കേഷൻ വരിക. അതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചോദിച്ച ആൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് എൻ്റെ ജോബ് എന്നുള്ളതാണ്, ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ജൂനിയർ അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ അക്കൗണ്ടൻ്റായിട്ട് കയറിയിട്ടുള്ളത് നമ്മുടെ LD ക്ലർക്ക് ലിസ്റ്റിൽ നിന്നുമാണ് നമ്മുടെ ജൂനിയർ അക്കൗണ്ടൻ്റൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ID കാർഡ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് എത്ര ടൈം എടുക്കും എന്നുള്ളത്. ID കാർഡൊക്കെ പെട്ടെന്ന് കിട്ടും കേട്ടോ. നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് നമ്മുടെ ഹയർ അതോറിറ്റി ഉണ്ടാവുമല്ലോ നമ്മുടെ ഓഫീസിലുള്ള, അവർ ആപ്ലിക്കേഷൻ വഴിയൊക്കെ നമുക്കൊക്കെ റെഡിയാക്കി തരുന്ന സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് ടാഗിൽ നമ്മുടെ സാധാ ID കാർഡ് കോപ്പി പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യില്ല, അതേപോലെ ചെയ്യേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം മാക്സിമം പോയി കഴിഞ്ഞാൽ 1 മന്തിനുള്ളിൽ എന്തായാലും കിട്ടും, മിനിമം 2 ആഴ്ചക്കുള്ളിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരാളും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര കാലം PSC പഠിച്ചു, എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ. പിന്നെ അതിൽ പറയാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ PSCക്ക് ഇറങ്ങാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ എത്തിപ്പെട്ട ആളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത് എല്ലാവരും ചിലർ പറയും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഒന്നിലേക്ക് ഇറങ്ങുക എന്നൊക്കെ പറയും. എനിക്ക് വലിയ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെ എത്തിപ്പെട്ടു. പക്ഷേ എത്തിപ്പെട്ടതിന് ശേഷം ഞാൻ 100% ഡെഡിക്കേഷൻ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏത് ഏരിയയ്ക്കാണോ ബുദ്ധിമുട്ടുള്ളത് ആ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്സ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ഓടിച്ച് വിടുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി എനിക്ക് ഇതുവരെ വന്നതിൽ ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ID കാർഡ് ഇടണോ, എന്തിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ID കാർഡ് ഇടുന്നത്, അതേപോലെ ചോദിച്ചത് അങ്ങനെ ഇടുന്നത് കൊണ്ടുള്ള ഒരു ഗുഡ്നെസ് എന്തുവാ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ചിരിച്ച് തള്ളണോ എന്താണെന്നുള്ളത് അറിയില്ല, നെഗ്ലക്റ്റ് ചെയ്യണോ അറിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കണം. എസ്പെഷ്യലി നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് വന്നിട്ട് ഒരു ജോലി കിട്ടിയിട്ട് അതിൻ്റെ ടാഗ് നമുക്കൊന്ന് ഇട്ട് നടക്കാനുള്ള ഒരു ഇതില്ലേ, അത് ഇടുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. ചിലർക്ക് അത് ഇട്ട് നടക്കണം എന്നുണ്ടാവില്ല, ചിലർക്ക് ഇട്ട് നടക്കണം എന്നുണ്ടാവും. പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെ ഇടുന്ന ആളല്ല. പക്ഷെ നമ്മൾ ചില ടൈമിൽ ഇടുന്നുണ്ടാവും. ഇടുന്ന ടൈമിൽ ചിലപ്പോൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ കണ്ടു എന്ന് മാത്രം. അപ്പോൾ എല്ലാ ടൈമിലും ഇടുന്നത് കൊണ്ട് എന്താ പ്രശ്നം? അങ്ങനെ ഇടുന്നവരുണ്ട്, ഫുൾ ടൈം ഇട്ട് നടക്കുന്നവരുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടിട്ട് ഓഫീസിലെത്തി ഓഫീസിൽ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വരെ ഇടുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾക്കുണ്ടായൊരു ആ ചോദ്യം ചോദിക്കാൻ വന്നൊരു മനോവികാരം എന്ന് പറയുന്നത് അത് ഗവൺമെൻറ് എംപ്ലോയി ഇട്ടതുകൊണ്ടാണ്. നിങ്ങളിപ്പോൾ സാധാരണ ഒരു സ്കൂൾ കുട്ടി ടാഗ് ഇടുകയാണ്, വീട്ടിൽ നിന്ന് രാവിലെ ടാഗ് ഇട്ടിട്ട് പോകുന്നു, തിരിച്ച് സ്കൂളിൽ പോയിട്ട് പിന്നെ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും ടാഗ് ഇട്ടുകൊണ്ട് വരുമ്പോൾ നിങ്ങളത് കണ്ട് ചോദിക്കുമോ ഇതെന്തിനാണ് ഇങ്ങനെ ടാഗ് ഇട്ടതെന്ന് ചോദിക്കുമോ? ഇല്ല. അപ്പോൾ ഇത് ഒരു ഗവൺമെൻറ് എംപ്ലോയി ഇട്ടതിൻ്റെ ഒരു ചെറിയ രീതിയിലൊരു എന്താ പറയുക അസൂയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് വന്നിട്ട് നമുക്കൊരു ജോലി കിട്ടിയിട്ട് നമ്മൾ ആ ടാഗ് ഇടുന്നതിന് നമ്മൾ ആരൊക്കെ ബോധിപ്പിക്കണം എന്ന് എനിക്ക് അറിയില്ല. എൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എഫക്റ്റ് ചെയ്തതാണല്ല. അപ്പോൾ ഒരു ID കാർഡ് ഇടുക എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ച് അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. എപ്പോഴിടണം, എങ്ങനെ ഇടണം, അവർ സ്വയം അധ്വാനിച്ച് ഉണ്ടാക്കിയെടുത്ത ജോലിയുടെ ടാഗ് അവർ ഇടുന്നതുകൊണ്ട് എന്താ പ്രശ്നം? എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇടാം. അവർ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇട്ട് നടന്നോട്ടെ, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ പേഴ്സണൽ കാര്യമേ അല്ല. ഓക്കെ, അപ്പോൾ അത് തീർത്തും ഞാൻ ചിരിച്ചും കൊണ്ട് തന്നെയാണ് തള്ളിയിട്ടുള്ളത്. അപ്പോൾ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നതാണ്. എനിക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അയച്ചിട്ടുള്ള എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഏറ്റവും സർപ്രൈസിംഗ്ലി എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് അറിയും. ഞാൻ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ ബസ് സ്റ്റോപ്പിൽ നിന്ന് എന്നെ കണ്ടപ്പോഴാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ PSC ജോബ് കിട്ടിയത് നിങ്ങൾക്ക് PSC കോച്ചിങ് വഴിയാണോ, ഓൺലൈനാണോ, ഓഫ്ലൈൻ ആണോ? അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അതും കൂടി അവർക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റി.
അപ്പോൾ നമ്മൾ ഈ ഒരു ടാഗ് ഇട്ടുകൊണ്ടാണ് എനിക്കത് ആ കുട്ടിക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയത്. ആ കുട്ടി ഡയറക്റ്റായിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ ടാഗ് കണ്ടതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്, എവിടെ നിന്നാണ് പഠിച്ചതെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരാൾക്ക് ഒരു നല്ല രീതിയിൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിച്ചത് ആ ടാഗ് ഞാൻ ഇട്ടതുകൊണ്ട് മാത്രമാണ്. പിന്നെ എൻ്റെ ടാഗ് കണ്ടിട്ട് എൻ്റെ ജോബ് എന്താണെന്നും അതേപോലെ എങ്ങനെയാണ് നിങ്ങൾ PSC പഠിച്ചതെന്നും നിങ്ങൾക്ക് അതിനുള്ള മോട്ടിവേഷൻ കിട്ടിയത് എവിടെ നിന്നാണെന്നും പിന്നെ ഓഫ്ലൈനാണോ ഓൺലൈനാണോ കോച്ചിങ്ങിൽ പോയത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂട്ടം കൂടി വരികയല്ല ചെയ്തത്, പല ടൈമിലായിട്ട് ഓരോരുത്തർ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്നും അവരുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ടാഗ് ഇട്ടത് കൊണ്ട് എനിക്ക് ഒരാളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ സംശയത്തിന് ഉത്തരം നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടാഗ് ഇട്ടത് കൊണ്ട് എൻ്റെ ID കാർഡ്, എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഇട്ടത് കൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്, അതായത് ചിലപ്പോൾ അവർക്ക് ആരോട് ചോദിക്കണം, എങ്ങനെ ചോദിക്കണം, എങ്ങനെ ഇപ്പോൾ ഇതിന് ഉത്തരം കിട്ടുക എന്നുള്ളത് അറിയാതെ ഇരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ നമ്മൾ എത്തിപ്പെടുമ്പോൾ അവർക്ക് നമ്മുടെ അടുത്ത് ചോദിക്കാൻ സാധിക്കും എങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ക്ലിയർ ആയിട്ടുള്ള ഉത്തരം തന്നെ കൊടുത്തു, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ തന്നെ അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ ഒരു ടാഗ് ഇട്ടത് കൊണ്ടാണ് അവർക്ക് മനസ്സിലായത് ഞാൻ ഗവൺമെൻറ് എംപ്ലോയി ആണ്. എന്നോട് ചോദിക്കാനുള്ള ഒരു ഇത് അവർക്ക് തോന്നിയത്, പഠിച്ച് ജോലി കിട്ടിയ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനെ അങ്ങനെയും കാണാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് മാത്രം എടുക്കാതിരിക്കുക. ഓക്കെ, നമ്മുടെ ടാഗ് അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. അത് നമ്മുടെ പേഴ്സണൽ ഇഷ്ടമാണ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ജോലിയുടെ ടാഗ് നമ്മൾ ഇടുന്നതിന് നമുക്ക് ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഗവൺമെൻറ് റെഗുലേഷൻ അല്ലെങ്കിൽ സർക്കുലർ പ്രകാരം നമ്മൾ ഓൺ ഡ്യൂട്ടി ആയിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ടാഗ് ഇട്ടോളണം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ID കാർഡ് എല്ലാവരും എപ്പോഴും ഇടണമെന്നില്ല. ഇഷ്ടമുള്ളവരല്ലേ ഇടുക. ഇഷ്ടമുള്ളവർ, ഇപ്പോൾ ഞാൻ തന്നെ എപ്പോഴും ഇട്ടോണമെന്നില്ല. ചില ടൈമിൽ ഞാൻ ചിലപ്പോൾ ഓഫീസിലേക്ക് എടുക്കാൻ മറക്കും. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് ഇട്ട് പോകും. മറക്കില്ല, നമ്മൾ ഇട്ട് ഓർമ്മ ഉണ്ടാവില്ല. നമ്മൾ ഇടാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇടുമ്പോൾ നമുക്ക് ഇട്ട് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് മറക്കണ്ട എന്നുള്ള ധാരണയിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇട്ട് പോകും. പിന്നെ ചില ടൈമിൽ ഓഫീസിൽ വെച്ചിട്ട് മറന്നിട്ട് തിരിച്ചു വരാറുണ്ട്. അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എല്ലാവരോടും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ്സിനനുസരിച്ച് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും, അടുത്ത ആൻസേഴ്സുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. പിന്നെ വേറൊരു കാര്യം, വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ കാണാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ലൈക്കും ചെയ്യുക. അത്രേ ഉള്ളൂ. ബൈ.